ഗുഡ് മോർണിംഗ് ഓൾ, അല്ലെ ഗുഡ് നൈറ്റ് ഓൾ, അല്ലെ മിഡ് നൈറ്റ് ഓൾ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്നലെയും ഇന്നും വീഡിയോ താമസം കുറയുന്നത് കാരണം എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ വരുന്ന ലേറ്റ് ആകും. അപ്പോൾ രാത്രിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഇന്നുകൂടെ ക്ഷമിക്കുക. ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ പ്രശ്നം കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇന്നലത്തെ മെസ്സേജ് മറന്നു പോയോണ്ടായിരിക്കും, അല്ലെങ്കിൽ സമയത്ത് കാണാത്തതുകൊണ്ടുള്ള വ്യഗ്രത കൊണ്ടായിരിക്കും നിങ്ങൾ ചോദിച്ചത്. നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് കണ്ടിട്ട് ഉറങ്ങുമെന്ന് ശപഥം ചെയ്ത് കിടക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട്. ഓക്കെ, എനിവേ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇന്ന് ബിഗിനേഴ്സ് മൊത്തം പേരും മാറി നിൽക്കുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇന്ന് പലരും വിളിച്ചു, സാറേ പോളില്ലേ? എന്തിനാ പോളിടുന്നത്? പോളിടേണ്ട കാര്യം എന്താ? ട്രേഡ് ഉണ്ടെങ്കിലല്ലേ പോളിട്ടാൽ പോരെ? ട്രേഡ് ഇല്ലാതെ പോളിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, വെള്ളമില്ലാത്തടത്ത് മുങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. തലയിടിച്ച് പരിക്ക് പറ്റാന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണം ഒന്നും ഇല്ല എന്ന്. അപ്പോൾ മാർക്കറ്റ് എന്തായത്, ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മാർക്കറ്റ് ഇന്നും ചെറിയൊരു ഗ്യാപ്പ് ആയിരുന്നു അല്ലേ? ചെറിയൊരു ഗ്യാപ്പ് ഡൗണോ ഞാൻ ഓർക്കുന്നില്ല. ഇത് ഒരു 20 പോയിൻറ്റിൻ്റെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് 10-20 പോയിൻറ്റിൻ്റെ എങ്ങാണ്ട് ഗ്യാപ്പ് ഡൗൺ എങ്ങാണ്ടായിരുന്നു. അപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി ഒരു ബുള്ളിഷ് സെറ്റപ്പ് വലുതാക്കി കാണിക്കുക. ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിന് ശേഷം മാർക്കറ്റ് നെഗറ്റീവ് തന്നെയാണ് ഓപ്പൺ ചെയ്ത ശേഷം നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു അല്ലേ? താഴോട്ട് വന്നു, അതിന് ശേഷം അതേപോലെ തന്നെ നേരെ തിരിച്ച് മുകളിലോട്ട് പോയി. ഈ റിജക്ഷൻ ക്യാൻഡിലിൽ ഇവിടെ ട്രേഡർ ഇത് തിരിച്ച് കയറിയപ്പോൾ ട്രേഡ് എടുത്തവരുണ്ട്, എക്സ്പീരിയൻസ് ട്രേഡർ. അവർക്ക് ഹൈ റിസ്കി ട്രേഡർ. അവർക്ക് കാശ് പോയാൽ പെട്ടെന്ന് ഇറങ്ങാനുള്ള വഴി അവർക്കറിയാം. അവർ ഹൈ റിസ്ക് ട്രേഡ് എടുക്കും. അങ്ങനെ ഇവിടുന്ന് ഈ റിജക്ഷൻ കാണുമ്പോൾ തന്നെ ട്രേഡ് എടുത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇവിടെ ഏതെങ്കിലും രീതിയിൽ അവരെവിടെയെങ്കിലും ഇറങ്ങി 10-20 പോയിന്റ് കിട്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അവർ നമ്മുടെ വിഷയമല്ല, നമ്മുടെ സബ്ജക്റ്റ് അവരേ അല്ല. ഓക്കെ, നമുക്ക് പിന്നെ ഉള്ളത് ഇവിടെ സത്യം പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇവിടെ അടുത്ത ഈ ക്യാൻഡിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് ഇല്ലേ? താഴോട്ട് വന്നു, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത ശേഷം റിജക്ഷൻ വന്നു. ആ റിജക്ഷനിൽ എടുത്തവർക്ക് പക്ഷേ ഇവിടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയിട്ടില്ല. ബിഗിനേഴ്സിന് നോ ട്രേഡ്. ഓക്കെ, പക്ഷേങ്കിൽ ഈ റിജക്ഷൻ ക്യാൻഡിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു ട്രേഡ് ഉണ്ട്. കാരണം എന്താ, റെഡിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അത് ഗ്രീനിൽ ക്ലോസ് ചെയ്ത് റിജക്ഷനും വന്നു. അതുകൊണ്ട് ക്ലോസ് ചെയ്തു. ഈ പോയിന്റ് നമ്മുടെ ഏകദേശം ഈ പോയിന്റ് തന്നെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് തന്നെ റിജക്റ്റ് ആയ ആൾക്കാർ ക്യാൻഡിൽ റിജക്റ്റ് ആയി. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം പോയിന്റ് എടുത്തവർ കാണും. പക്ഷേ ഇതൊന്നും എൻ്റെ സബ്ജക്റ്റിലുള്ളവരല്ല. നിങ്ങൾ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെന്നുള്ള എൻ്റെ വിഷയമല്ല. ഓക്കെ, നിങ്ങൾ ഹൈ റിസ്കി ട്രേഡേഴ്സ്, നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ 10 പോയിന്റ് ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഓക്കെ, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ ഫ്രണ്ടിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പാവം പിടിച്ച ബിഗിനേഴ്സ്, അവർ മാത്രമാണ് എൻ്റെ കൺവെൻറ്റിലുള്ളത്. ഓക്കെ, ബാക്കി ആരും എൻ്റെ കൺവെൻറ്റില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാവം പിടിച്ച ബിഗിനേഴ്സിനെ, അവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചവരൊക്കെ നിങ്ങൾ ഈ ചാർട്ട് കണ്ട് അല്ലെ ക്യാൻഡിൽ കണ്ട് അല്ലെ പ്രൈസ് ആക്ഷൻ കണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിനെ പഠിപ്പിക്കുക. ഈ ഒന്നും അറിയാൻ വയ്യാതെ ഇതിനകത്ത് വന്ന് ചാടിയവരുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ കാശ് കളഞ്ഞ ആൾക്കാരുണ്ട്. അവരെ രക്ഷ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൊരു ചെറിയൊരു സൂക്കേട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൾക്കാർ, സാറേ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്തുവാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തുവാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇപ്പോൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒരു 3-4 ദിവസമായി തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്ട്രാറ്റജിയിലും ഒരു ഇൻഡിക്കേറ്ററിലും വിശ്വസിക്കുന്ന ആളല്ല. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. പക്ഷേ ഞാൻ ഇന്നേ നാൾ വരെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ ഒരു ചാർട്ടിനകത്തിൽ എപ്പോഴെങ്കിലും ഞാനൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അങ്ങനെയുള്ളൊരു പരിപാടിയേ ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
ഓക്കെ, ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ വെരി സിമ്പിൾ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് ഏകദേശം എൻ്റെ ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്യുന്ന ഏകദേശം അപ്പുറത്തെ ഇപ്പുറത്തെ 2 ഗ്രൂപ്പിലും കൂടെ ഏകദേശം ഒരു 500-600 പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 500-600 പേരിൽ ഇത് ഇൻക്ലൂഡിങ് പേപ്പർ ട്രേഡാണ്. റിയൽ മണി വെച്ച് ഏകദേശം ഒരു 400 പേരോളം ട്രേഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ ട്രേഡ് ഒരു 10-200 പേരോളം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റിയൽ മണി 400 പേര് ട്രേഡ് ചെയ്യുന്നവരിൽ 300 പേരും ദൈവം സഹായിച്ച് പ്രോഫിറ്റിലാണ് അവർ പോകുന്നത്. ഓൾമോസ്റ്റ് ഡെയിലി 300 പേരും പ്രോഫിറ്റിലാണ് പോകുന്നത്, 100 പേര് ലോസിലാണ് പോകുന്നത്. എൻ്റെ ഒരു ഏകദേശ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ 300 വേണ്ടിയിട്ട് 250 കൂട്ടിക്കോ. 300 വേണ്ട, 250 പേര് കൂട്ടിക്കോ. ഒരു 250 പേര് ഓൾമോസ്റ്റ് ഒരു പ്രോഫിറ്റിലാണ്. ന്യായമായ പ്രോഫിറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്റ്റായിട്ട് ന്യായം പാലിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നതും എൻ്റെ വീഡിയോ കാണുന്ന ഫോളോ ചെയ്യുന്നതും പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടും ക്യാൻഡിൽ സിക്സിൻ്റെ ഫോർമേഷൻ കണ്ടും ഓരോ ദിവസം ഞാൻ പറയുന്നതും കാണുന്നതും വരയ്ക്കുന്നതും ഒക്കെ കണ്ട് പഠിച്ച് ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സാറേ, എത്രയോ, പ്രത്യേകിച്ച് സഹോദരിമാർ, ധാരാളം ലേഡീസ് നമ്മളുടെ ഇടയിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ പറയും, സാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നേരത്തെ, ഇത് ഞാൻ ഒത്തിരി പൈസ കളഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങളുടെ ഒരു ലെവലായതെന്ന് ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ പോകുന്ന പോലെ തന്നെ പോവുക. ഒരു കാരണവശാലും നിങ്ങൾ ലോട്ട് കൂട്ടി ചെയ്യാൻ പാടില്ല. ലോട്ട് കൂട്ടി ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എല്ലാം ചെയ്ത് ഒരു ലോട്ടിലാണ് ചെയ്യുന്നത് അല്ലേ, 1 ലോട്ട്. ആ 1 ലോട്ട് തന്നെ നിങ്ങൾ പോവുക. ഇത് എപ്പോഴാണ് ഇത് മാറേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ 3 മാസം 3 months എല്ലാവരോടും കൂടെ പറയുന്നത്, നിങ്ങൾ ഓരോ ലോട്ട് വെച്ച് നിങ്ങൾ ചെയ്യുക. 3 മാസം നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിജയിച്ചു, നിങ്ങൾ വിൻ ചെയ്തു. പറയാൻ മനസ്സിലായോ? 3 മാസം നിങ്ങളുടെ പി എൽ പച്ച കത്തിക്കാൻ, ഗ്രീനിൽ ക്ലോസ് ചെയ്ത്, ഒരു 10 രൂപ ആയിക്കോട്ടെ, ഒരു 100 രൂപ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. 100 രൂപയെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ എല്ലാ ചിലവും കഴിഞ്ഞ്, എല്ലാ ബ്രോക്കറേജും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 100 രൂപ ഒരു മാസം പ്രോഫിറ്റ് ഉള്ളെങ്കിലും ഐ വിൽ അപ്രീഷിയേറ്റ് യു. നിങ്ങൾക്ക് അങ്ങനെ 3 മാസം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിജയിച്ചു എന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പോകേണ്ട വഴി അറിയാം, ആരുടെ സഹായം വേണ്ട, നിങ്ങൾക്ക് തന്നെ സഞ്ചരിക്കാൻ നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തക്ക ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഈ 3 മാസം നിങ്ങൾ ഗ്രീൻ കത്തിച്ചതിലൂടെ നിങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായ? അതുകൊണ്ട് നിങ്ങൾ ഒറ്റ ലോട്ടിൽ, ഞാൻ ദയവ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്, ബിഗിനേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ലോട്ട് വെച്ച് മാത്രമേ ചെയ്യാവൂ. അങ്ങനെ നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് 250 രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ, അത് മതി. 500 കിട്ടിയ, ഒരു 1000 കിട്ടിയുണ്ടെങ്കിൽ അത് മതി. ഓക്കെ, 500 സ്റ്റോപ്പ് ലോസ് കൊടുത്തെങ്കിൽ നോ പ്രോബ്ലം. മനസ്സിലായില്ലേ? നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒറ്റ ലോട്ട് വെച്ച് മാത്രം ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ ലോട്ട് കൂട്ടാൻ പാടില്ല. ലോട്ട് കൂട്ടേണ്ടത് എപ്പോഴാണ്? 3 മാസം നിങ്ങൾ ഗ്രീൻ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് വരാം. അത് ഞാൻ അന്നേരം എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ പറഞ്ഞ്? അപ്പോൾ അല്ലാതെ നിങ്ങളിങ്ങനെ ഓരോരോ പരിപാടിയുടെ പുറകെ പോകാതെ, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ പുറകെ, സ്മാർട്ട് മണി കൺസെപ്റ്റിൻ്റെ പുറകെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാണ്? കോടികൾ വെച്ച് കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള, ലക്ഷങ്ങളും കോടികളും വെച്ച് കളിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നിങ്ങൾ പാവം പിടിച്ച നമ്മളെപ്പോലുള്ളവർ, എന്നെപ്പോലെ, ഞാൻ പാവം പിടിച്ച ഒരുത്തനാണ്, എൻ്റെ അധികം കാശൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെപ്പോലെ 20 എനിക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്നവർ എനിക്ക് ഓരോരുത്തരും അറിയാം. 10,000 രൂപയും 25,000 രൂപയും 50,000 രൂപയും 1,00,000 രൂപ വെച്ചൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ധാരാളം ഉള്ളത്. ഈ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കൂടുതൽ ഈ റേഞ്ചിലുള്ളവരാണ്. മനസ്സിലായില്ലേ? അവർക്ക് എങ്ങനെങ്കിലും ഒരു ദിവസം 1000 രൂപ കിട്ടണം. അവരുടെ ഒരു ദിവസത്തെ വേലക്കൂലി, ഒരു ബംഗാളിക്ക് ഒരു ദിവസം വീട്ടിൽ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ ബംഗാളിക്ക് കൊടുക്കേണ്ട പൈസ 1000 രൂപയാണ്. ആ 1000 രൂപ എങ്ങനെയെങ്കിലും കിട്ടണം. ആ ഒരൊറ്റ ചിന്ത മാത്രമുള്ള ആൾക്കാരാണ് ഇവിടെ ഭൂരിഭാഗവും. അല്ലെ, ഞാൻ ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങളെ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഞാൻ എൻ്റെ നിരന്തരമായ ഈ വായിട്ടല കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് 1000 രൂപ കിട്ടിയാൽ ഞാൻ സംതൃപ്തൻ.
ഓക്കെ, എനിക്ക് പറയാം. എൻ്റെ വീട്ടമ്മമാരാണെങ്കിലും ഒരു 500 രൂപ അല്ലെങ്കിൽ 750 രൂപ കിട്ടിയാൽ അതുകൊണ്ട് തൃപ്തി അടയുന്ന ആൾക്കാരാണ് കൂടുതൽ പേരും. മനസ്സിലായില്ലേ? രാവിലെ ചിലപ്പോൾ ഇവരുടെ പരിപാടി രാവിലെ ഒരു 9:20 അല്ലെ 9:25 അല്ലെ 10 മണിക്ക് മുമ്പേ ഇവരുടെ പരിപാടി കഴിയും. പിന്നെ അവർ അടുക്കളയിൽ പോയി അവർക്ക് അന്നത്തെ കഞ്ഞിയും കറിയും വെക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ 10 മണിക്ക് തന്നെ 1000 രൂപ കിട്ടി അതുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെ 500 രൂപ ലോസ് വന്നെങ്കിൽ അതുകൊണ്ട് നിർത്തി പരിപാടി കൊണ്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നോ പ്രോബ്ലം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ആ രീതിയിൽ, അല്ലാതെ നിങ്ങൾ ഈ സ്ട്രാറ്റജിയുടെ പറയുന്നത് എന്താ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന ഫെയർ വാല്യൂ എന്താ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്? മേളിൽ നിന്ന് ഇപ്പോൾ ഒരു മാർക്കറ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ എന്താ പറയുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ട് ഇവിടെ ഒരു സാധനം ഒരു ക്യാൻഡിൽ ഇവിടെ ഫോമായി. ഓക്കെ, പിന്നെ ഇവിടെ വലിയൊരു ക്യാൻഡിൽ ഫോമായി, പിന്നെ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി. ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ സാധനത്തിലാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ ഈ പറയുന്നത്. എഫ് വി യു ഒ എഫ് ഇ ജി എഫ് വി ജി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതാണ് ഞാൻ ഓമന പേരിട്ട് വിളിക്കുന്നതാണ്. ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ ഈ പറയുന്ന സാധനം. ഓക്കെ, ഇവിടെ എന്താ കൺസെപ്റ്റ്? ഇങ്ങനെ പോകുന്ന മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്യാപ്പിലോട്ട് വന്നിട്ട് റിവേഴ്സ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളില്ലേ? ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞ റീടെസ്റ്റ്. ഇത് തന്നെയല്ല ഞാൻ പറഞ്ഞ റീടെസ്റ്റ് ചെയ്തല്ലേ? എത്ര സുന്ദരമായിട്ട് നമ്മൾ റീടെസ്റ്റിൽ ട്രേഡ് എടുക്കുന്നു ഇല്ലേ? ഈ മണ്ണാങ്കട്ടയൊന്നും പഠിക്കാതെ നമ്മൾ ഇപ്പോൾ എന്നെ വിമർശിക്കാൻ ധാരാളം ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് പലർക്കും എന്നോടിപ്പോൾ ഒരു പക്ഷേ ദേഷ്യം തോന്നാൻ കാണും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാടൻ ഭാഷയിൽ എങ്ങനെയാണ് നിങ്ങളുടെ തലയ്ക്കകത്ത് കേട്ടേണ്ടത് ആ രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്തോട്ട് മാർക്കറ്റ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയല്ലേ പറഞ്ഞേ? ഇത് തന്നെ നമ്മളും പറഞ്ഞ റീടെസ്റ്റ്. നമുക്ക് ഇതിനേക്കാൾ സുന്ദരമായിട്ട് റീടെസ്റ്റ് കിട്ടും ഇല്ലേ? നമ്മളെങ്ങനെ റീടെസ്റ്റ് എടുക്കുന്നത്? ഇവിടെ നോക്കുക, മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് പോയി കറക്റ്റ് നമ്മുടെ ഈ സപ്പോർട്ടിൽ തന്നെ വന്നു, സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് തിരിച്ചു പോയി ഇല്ലേ? ക്ലിയറായിട്ട് നമ്മൾ എത്രയോ റീടെസ്റ്റ് എടുത്ത് നമ്മൾ സൂപ്പറായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കുന്നു. അതുപോലെ റിജക്ഷൻ ക്യാൻഡിൽ ആരും പഠിപ്പിക്കാത്ത സംഭവമാണ് റിജക്ഷൻ. അപ്പോൾ ആ റിജക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 80% സക്സസ് റേഷ്യോ ആണ് ഈ പറയുന്ന റിജക്ഷനിൽ. എത്ര പേര് ഈ റിജക്ഷനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതായത് റിജക്ഷൻ ക്യാൻഡിൽ മാത്രം ട്രേഡ് എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നാട്ടിലുള്ള ഓരോ സ്ട്രാറ്റജിയുടെയും ഇൻഡിക്കേറ്ററിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നോട് ചോദിച്ചവരോടൊക്കെ ഒരു മറുപടി ഞാൻ ഈ പറയുന്നത്. ഞാൻ ആർക്കും തിരിച്ച് മറുപടി ആർക്കും അയച്ചില്ല മറുപടി. കാരണം അത് പറയാൻ കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ചാറ്റുകളുടെ ആവശ്യം വരും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പല സ്ട്രാറ്റജി ഈ സർവകലാ വല്ലഭന്മാർ ഒരു കാലത്ത് ഗുണം പിടിക്കുകയില്ല. അതായത് ഞങ്ങളുടെ നാട്ടിലെ അച്ചായൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് എന്നെ പരിചയമുള്ളവർ കേൾക്കുമ്പോൾ അറിയാം. ആ അച്ചായൻ അറിയാൻ വയ്യാത്ത പരിപാടിയില്ല. ആശാരിപ്പണി വരുമ്പോൾ ആശാരിപ്പണി ചെയ്യും, മെയ്സൻ്റെ പണി വരുമ്പോൾ മെയ്സൻ്റെ പണി ചെയ്യും. ഒക്കെ വീട്ടിൽ കിളയ്ക്കണമെങ്കിൽ കിളയ്ക്കുന്ന തൂമ്പ പണി ചെയ്യും, പെയിൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് പണി ചെയ്യും. പുള്ളിക്ക് ലോകത്തിൽ അറിയാൻ വയ്യാത്ത പണിയൊന്നുമില്ല. എന്നാലൊട്ട് 5 കാശിൻ്റെ ഗതി ഉണ്ടായിട്ടുമില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് ഈ സർവകലാ വല്ലഭന്മാർ ഒരിക്കലും ഒരിടത്തും എന്താ പറയുക, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. അല്ല, നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്ത് പോകാൻ വേറെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആരുണ്ടോ ആ ആളെ തേടി കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിനൊന്നും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരാളെടുക്കെ നിങ്ങൾ ശിഷ്യത്വം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾക്ക് ശിഷ്യത്വം സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരാൾ, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ, നിങ്ങൾ കൺവേ ചെയ്യുന്ന മെസ്സേജുകൾക്ക്, അല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അല്ലെ എൻ്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ആളുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ലോകം മുഴുവൻ നിങ്ങൾ ഓരോന്നിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ കണ്ടമാന സ്ട്രാറ്റജികളുണ്ട്, കണ്ടമാന ഇൻഡിക്കേറ്റേഴ്സുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തുമാത്രം ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂ കിടക്കുന്നറിയോ? ഇതെല്ലാം ഓരോരോ കാര്യങ്ങൾ കൂടി വെച്ചേക്കുന്നതാണ്. പക്ഷേങ്കിൽ ഇതൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. നമുക്ക് ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിന്നെ എപ്പോഴും പറഞ്ഞ് ഇനിയും ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. അത് ക്ലാസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് തീർപ്പിച്ച് ഇതിപ്പോൾ നമ്മൾ വിഷയം വിട്ടു പോവുക.
അപ്പോൾ ഞാനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് സുന്ദരമായിട്ട് ജയിക്കണമെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ കണ്ടെച്ചാൽ മതി. ആ പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് 500, 1000, 2000 കിട്ടിയാൽ പോരെ ഒരു ദിവസം? അല്ല നിങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാനിരിക്കുക നിങ്ങൾ. അല്ല ഒരു ദിവസം എനിക്ക് 25,000, 50,000, 1,00,000 കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേറെ രീതികൾ ഉപയോഗിക്കാം. അതിന് വേറെ മാർക്കറ്റിൽ വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പല രീതിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആ രീതികളൊക്കെ ഉപയോഗിക്കുക. ഓക്കെ. അല്ല നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരു ന്യായമായ പ്രോഫിറ്റ് കിട്ടി ഇതിൽ നിന്ന് ഒരു ജീവിതമാർഗ്ഗം കഴിഞ്ഞ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. അങ്ങനെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയ ധാരാളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ചൂണ്ടിക്കാണിക്കാനും പേര് പറഞ്ഞ് കാണിക്കാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പം അതൊന്നും പറഞ്ഞ് പബ്ലിസിറ്റി നേടാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൊവ്വ നേരെ അച്ചടക്കത്തോടെ പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുക അല്ലാതെ വേറെ കുറുക്ക് വഴി ഒന്നുമില്ല. മാർക്കറ്റിൽ കുറുക്ക് വഴിയില്ല. ആ കുറുക്ക് വഴി തേടി പോകുന്നവന് 1-2 ദിവസം പ്രോഫിറ്റ് എടുക്കും. പക്ഷേ 3 പൊക്കം ഈ കിട്ടിയതും പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് വേണം മാർക്കറ്റ് സലാം പറഞ്ഞ് പോകേണ്ടി വരും. മനസ്സിലായല്ലോ പറഞ്ഞ്? ഓക്കെ. അതുകൊണ്ട് ഞാനിനി കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അവസാന നിമിഷം എല്ലാവരെയും ഒന്ന് ചതിച്ചിട്ടുണ്ട് മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ് ചതിച്ചെന്ന് വെച്ചാൽ മാർക്കറ്റ് മേലോട്ട് പോയി, അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് അരിഞ്ഞ് താഴോട്ട് വന്നു. ഇത് എന്താ പറയുന്നത്, ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എക്സ്പയറി ഡേ ആണ്. നിങ്ങൾ മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇന്ന് ട്രേഡ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി രാവിലെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? അരിഞ്ഞ് മാർക്കറ്റ് നേരെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. പക്ഷേങ്കിൽ ഈ ക്യാൻഡിൽ ഇപ്പോൾ എല്ലാവരും 24,800 P00 എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. അവരെല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുക നാളെ കോൺട്രാക്ട് നോട്ട് വരുമ്പോൾ എനിക്ക് എത്ര പൈസ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അതായത് 24,800 പി എടുത്തവർ 24,744 2 രൂപയിലും 3 രൂപ 4 രൂപയൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ 10-60 രൂപയൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ വെറുതെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ. ഒരു അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 രൂപ 1 രൂപ 2 രൂപയെല്ലാം കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ കാണുകയില്ല. കാരണം മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 24,793 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 800-ന് 7 പോയിൻ്റ് അകലെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ 7 പോയിൻറ്റിന് ഒരു പക്ഷേ നിങ്ങൾക്ക് 1 രൂപയോ 1.5 രൂപയോ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ 50 പൈസയെ കാണത്തുള്ളായിരിക്കും, അറിയത്തില്ല. നാളെ കോൺട്രാക്ട് കൊണ്ട് വരുമ്പോഴേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓപ്പറേറ്റർ പ്ലേ ആണ്. വെരി ക്ലിയർ ആയിട്ട് ഓപ്പറേറ്റർ അവർക്കറിയാം ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. അപ്പം മാർക്കറ്റ് അതായത് ഈ വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് എന്ന് പറയും ഇങ്ങനെയുള്ള സംഭവം, വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ്. അപ്പോൾ ഇത് അവസാന 30 മിനിറ്റിൽ നടക്കുന്ന ബൈയിങ്ങിൻ്റെയും സെല്ലിങ്ങിൻ്റെയും ആവറേജ് എടുത്തിട്ടുള്ളൊരു കണക്കാണിത്. ഓക്കെ. എൻ്റെ കറക്റ്റ് കണക്കൊന്നും എനിക്കറിയത്തില്ല, ഫോർമുല ഒന്നും എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ ഒരു സംഭവം. അവസാനം 30 മിനിറ്റ് നേരം ട്രേഡ് ചെയ്യപ്പെടുന്നതിൻ്റെ വോളിയം കണക്കാക്കിയിട്ട് അങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പം ഇതിപ്പോൾ ഓപ്പറേറ്റേഴ്സിന് എൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവർ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പ്രതീതി വരുത്തിക്കും. അപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് പെട്ട് അല്ലെങ്കിൽ ചാടിക്കയറി പി എടുത്ത് താഴോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കും. ഇങ്ങനൊരു അവസ്ഥയൊക്കെ ഉണ്ടാക്കും. പക്ഷേങ്കിൽ മാർക്കറ്റ് ക്ലോസിങ് കഴിഞ്ഞ് 3:30 കഴിഞ്ഞ് 3:31 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം നേരെ തിരിച്ചിവിടെ വരും. ഇവിടെ ആയിരിക്കും റിയൽ ക്ലോസിങ്. അപ്പോൾ നമ്മളെല്ലാവരെയും വഹിച്ചു. അപ്പം നമ്മളെ വഹിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നവരാണ് ഈ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ ഈ വലിയ ടീമുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ്. ഓക്കെ. അപ്പോൾ അതിനകത്തിലൊന്നും പെട്ടുപോകാതെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ മേശയിൽ നിന്ന് താഴെ വീഴുന്ന അപ്പകഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ജീവിക്കാനായിരിക്കും നമുക്ക് വിധി. അല്ലാതെ അവരെ നമുക്ക് പറ്റില്ല. കാരണം അവർ കോടികൾ കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ 10,000 കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ 10,000 കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ കോടികൾ കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച, അങ്ങനെ തന്നെ പറയാം, നക്കാപ്പിച്ച കിട്ടണമെങ്കിൽ അത് മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. അതാണ് ഈ പറയുന്ന 1,000, 2,000, 3,000, 5,000 ഒക്കെ കിട്ടുന്നത്. അത് മേടിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. ഓക്കെ. അത്രയും പറഞ്ഞുകൊണ്ട് അതും അവസാനിപ്പിക്കുകയാണ്. അപ്പം ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ ഞാൻ അടുത്ത ആഴ്ച ഒരു ദിവസം അവധിയുണ്ട്, മുഹറത്തിൻ്റെ ഒരു അവധിയുണ്ട്. ഒരു പക്ഷേങ്കിൽ അപ്പോൾ ഞാനൊരു ഓപ്ഷൻ ബാങ്കിൻ്റെ ക്ലാസ്, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പലർക്കും ആൾ കൂടുതലായിരുന്നു, പലർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച ഒരു ഹോളിഡേ ഉണ്ട്. ആ ഹോളിഡേക്ക് ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ് എടുക്കും. ഓക്കെ. ഓപ്ഷൻ ബാങ്കിൻ്റെ ക്ലാസ് കുറേ ആൾക്കാർക്ക് മിസ്സായിപ്പോയായിരുന്നു.
അപ്പം ആ കാര്യം ഇവിടെ നിൽക്കട്ടെ, പോട്ടെ. അപ്പം അത് ബിഗിനേഴ്സ് മാത്രം വന്നാൽ മതി, വേറെ ആരും വരണ്ട, ബിഗിനേഴ്സ് മാത്രം വന്നാൽ മതി. അല്ലാത്തവരാരും അവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ ക്ലാസ്സിനകത്ത് ഞാനാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ പറയും, സാർ ഞാൻ വന്നത് ഞാൻ വിചാരിച്ചു അവിടെ നിങ്ങൾ സ്ട്രാറ്റജി പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്ററോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു പരിപാടി പറഞ്ഞു തരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ക്ലാസ്സിൽ കയറിയത്. ഞാൻ അപ്പം തന്നെ ആ പുള്ളിക്ക് തന്ന കാശ് അപ്പം തന്നെ ഗൂഗിൾ പേ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയുള്ള പരിപാടി ഇവിടെ നടത്തുന്നില്ല, ഇവിടെ ബിഗിനേഴ്സിനെ പഠിപ്പിക്കുക, അവരെന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് മാത്രം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ ഞാനൊരു സ്ട്രാറ്റജിയോ ഒരു ഇൻഡിക്കേറ്ററോ എൻ്റെ ഈ മാജിക്ക് വടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കതിട്ട് അറിയത്തുമില്ല. എനിക്ക് ആകെയും പോകെ അറിയാവുന്ന കാര്യം ഈ പറയുന്ന ചാർട്ടാണ്. ഈ ചാർട്ടിൽ കാണുന്ന കാര്യങ്ങളും ഈ ക്യാൻഡിലുകളുടെ സ്വഭാവവും അതെങ്ങനെ പോകുന്നതെന്നും ഒക്കെ ആ ഒരു കാര്യങ്ങൾ മാത്രം എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വരയുടെ പുറകെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ അത് വെച്ചാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിലും വന്നാൽ മതി. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ, അല്ലാതെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിൽ അറിയാവുന്നവരാരും ദയവ് ചെയ്ത് ക്ലാസ്സിന് വരല്ലേ എന്ന് ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇന്ന് മാർക്കറ്റ് ഇപ്പം മനസ്സിലായല്ലോ. മാർക്കറ്റ് നമ്മുടെ വരയൊക്കെ റെസ്പെക്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചു, മോളിൽ പോയി റിജക്ഷൻ വന്നു, അവസാനം നമ്മുടെ ഈ വരയെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് മാർക്കറ്റിൽ നിന്ന് താഴെ പോയി. അപ്പോൾ നാളെ ഇനി മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വര കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഈ വര മാർക്കറ്റ് നമുക്ക് ഇന്ന് നാളെ ഒക്കെ ഈ വീക്കെൻഡിലൊക്കെ ന്യൂസിന് പുറകെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്, അല്ലാതെ വേറെ യാതൊരു കാര്യവും മാർക്കറ്റിലില്ല. അപ്പോൾ നമുക്ക് ഈ വര കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ട് ഇറക്കാം. ഓക്കെ, ഈ വര ഇങ്ങനെ നിന്നോട്ട്, ഇത്രയേ ഉള്ളൂ വര. ഈ വര മറ്റേ വര ഇതൊന്ന് മോളോട്ട് കയറ്റിയാലും കൊള്ളാം, ഇതിങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, ഈ വരയും വേണം, ആ വര അവിടെ നിന്നോട്ട്, ആ വര ആവശ്യമുണ്ട്. ഈ വര ഇങ്ങനെ നിന്നോട്ട്. ഇവിടെ ഞാൻ ഒരു വരയും കൂടെ ഞാൻ വരയ്ക്കാം. ഒരു വരയുടെ വരയ്ക്കണമെങ്കിൽ ഒരു ചെറിയ വര, ഈ വരയുടെ ഇവിടെ കിടന്നോട്ടെ. ഇത്രയും വരെയുള്ളൂ, വേറെ അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും കാര്യമില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 24,700 ഈ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ. ഇതിനകത്തിലായിരിക്കും മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ നോക്കുക. ഇന്നലെ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ടുള്ളൂ, ഇല്ല മുകളോട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. ഈ 919 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് ഉണ്ടാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഓക്കെ, അപ്പം അപ്പോൾ നമ്മൾ സാധ്യതകളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ 783 വരച്ചേക്കുന്നത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 793 ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്തായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഇതിനകത്തായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. ഓക്കെ, ഇങ്ങോട്ട് താഴോട്ടെങ്കിൽ മുകളിലോട്ട്, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഈ 721 ഇത് റെഡ് ആക്കാം. എനിക്കറിയാം നിങ്ങൾ കുറച്ച് വർഗ്ഗങ്ങളും ബോറടിക്കുന്നുണ്ട് എൻ്റെ ഈ സംസാരം കേട്ടോണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് ഇങ്ങനെ അറിയൂ. 74721 ബ്രേക്ക് ചെയ്യുന്ന നോക്കുക. 24721 ബ്രേക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടാർഗറ്റ് 24654 കിട്ടും. ഈ 24654 താഴെ 15 മിനിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ഒരു ഫർദർ ഫോളിലോട്ട് പോകും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ദിവസങ്ങളിൽ സംഘർഷം വളരെ കൂടുതലാണ്. അപ്പം ട്രംപിൻ്റെ വായിൽ നിന്ന് തരുന്ന വാക്കുകൾക്ക് ആൾക്കാർ മാർക്കറ്റ് കാതോർത്തിരിക്കുകയാണ്. അപ്പം ട്രംപ് എന്ത് പറയുന്നു അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ്. ട്രംപാണ് ഇപ്പോൾ മാർക്കറ്റിനെ നയിക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ ആ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ടിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നാളെ ആരും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യന് ഹോൾഡ് ചെയ്യാൻ പാടില്ല. അഥവാ വല്ലതും എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർ ഔട്ട് ഓഫ് ദ മണി വല്ലതും എടുത്തു വെക്കാവൂ. അതും ആറ്റി കളയാൻ വേണ്ടി തീരുമാനിച്ച കാശ് വെച്ചുള്ളത് മാത്രമേ എടുക്കാവൂ. അല്ലാതെ കൊട്ടയ്ക്കകത്തിലൊന്നും വാരി മേടിച്ച ആൾക്കാരും വയ്ക്കില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും യുദ്ധം വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗണുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. ഓക്കെ, അല്ല ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അതും ആവിയായി പോകും. അത് ആലോചിച്ചിട്ട് വേണം, ഞാൻ ഈ പറഞ്ഞ പോലെ ആറ്റി കളഞ്ഞു എന്ന് വിചാരിച്ച് വേണ്ടി മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ട്രേഡുകൾ BTST നമ്മൾ ഹോൾഡ് ചെയ്യുക. കഴിവതും ഹോൾഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഹോൾഡ് ചെയ്യണം നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാർ ഔട്ട് ഓഫ് ദ മണിയുടെ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ. അപ്പോൾ നമുക്കിനി നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം. ഇവിടെ നോക്കിക്കുക, മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 577 490, ഏകദേശം 80 പോയിൻറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റ്
ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ ഒന്നും വരയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്ന് ഇതാ ഇവിടെ ഒരു വരയുടെ വേണം ഇങ്ങോട്ട് വരയ്ക്കാം. ഇതുകൊണ്ട് ഈ ഒരു ലോയും കൂടെ വരയ്ക്കാം. ഈ ഒരു ലോയുടെ കടന്നു. ഓക്കെ, ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ 541 താഴെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 55 378 കിട്ടും. ആ 78 പൊട്ടി താഴെ പോവുകയാണെങ്കിൽ പിന്നെ താഴോട്ട് തന്നെ നോക്കിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ മിഡ് ക്യാപ്പ് ഇന്ന് വളരെ ഭയങ്കര, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്ര സിവിയറായിട്ട് ഫോളോ ആവുക. നമ്മുടെ മിഡ് ക്യാപ്പ് ഇച്ചിരി വർത്തമാനം പറയാനുണ്ട്. മിഡ് ക്യാപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെയിലി ക്യാൻഡിലുള്ള ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. ഡേ വൈസിൽ നോക്കാം. ഞാൻ ഗ്രൂപ്പിൽ ഇത് ഇട്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത്, ഡേ വൈസിലുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ നിൽക്കുക. കണ്ടോ? അപ്പം ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോള് പിന്നെയും കാണണം. ആ ഫോള് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ലൈൻ 12660 ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത് 727 12660 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ നമുക്ക് ഇത് 12352 കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിപ്പം താഴെ ഡേ ക്യാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നാളെ റിക്കവറി ഉണ്ടാവില്ല. നാളെ റിക്കവറി ഉണ്ടായി ഇതിനകത്ത് കയറിയാൽ ഓക്കെ, അല്ല കാരണം ഇവിടെ കണ്ടില്ലേ താഴെ വന്നിട്ട് തിരിച്ച് റിക്കവറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കില്ലയോ നാളെ നമുക്ക് നോക്കി കാണണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 12660 ആയിരിക്കും സപ്പോർട്ട്. അത് പൊട്ടിച്ചാൽ പിന്നെ 12352 ഇത് ഡേ ക്യാൻഡിലാണ്. അപ്പം 5 മിനിറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ പൊട്ടിച്ചാൽ 12660 അത് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 352 മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. രാവിലെ എല്ലാവരും, കാരണം ഞാനിങ്ങനെ ലേറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആരും വീഡിയോ കാണാൻ എത്ര താല്പര്യം ആർക്കും ഇല്ല. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പിന്നെ എല്ലാവരും പോയി കണ്ടത്. എനിവേ, സഹകരിക്കുക, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.